യുക്രൈനിൽ റഷ്യ നടത്തുന്ന അധിനിവേശം ആരംഭിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോഴും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ പ്രത്യേകിച്ചും പാശ്ചാത്യ രാജ്യങ്ങൾക്കിടയിൽ യുക്രൈനിനുള്ള സഹായം ഒരു പ്രധാന വിഷയമായി തുടരുകയാണ്. ആയുധ സഹായം നൽകുന്നതിലെ അമേരിക്കയുടെ നിലപാടുകൾ പ്രത്യേകിച്ചും ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലത്ത് ഏറെ ശ്രദ്ധേയമായ മാറ്റങ്ങളിലൂടെയാണ് കടന്നുപോയത്. യുക്രൈന് ആയുധങ്ങൾ നൽകുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചതിനു ശേഷം ഒരാഴ്ചയ്ക്കുള്ളിൽ ആ തീരുമാനം തിരുത്തി കൂടുതൽ സഹായം വാഗ്ദാനം ചെയ്ത ട്രംപിന്റെ സമീപകാല പ്രഖ്യാപനം ഈ വിഷയത്തെ വീണ്ടും ചർച്ചാ വിഷയമാക്കി മാറ്റിയിരിക്കുകയാണ്. യുക്രൈൻ റഷ്യൻ സംഘർഷത്തിൽ അമേരിക്കയുടെ പങ്ക് നിർണായകവുമാണ്. തുടക്കം മുതൽ യുക്രൈന് സാമ്പത്തികവും സൈനികവുമായ പിന്തുണ നൽകുന്നതിൽ അമേരിക്ക മുൻപന്തിയിലായിരുന്നു. എന്നാൽ സമീപകാലത്തെ പിന്തുണയുടെ വ്യാപ്തിയെയും രീതിയെയും കുറിച്ച് അമേരിക്കൻ ഭരണകൂടത്തിനുള്ളിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു. കഴിഞ്ഞ ആഴ്ച പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് ആയുധ വിതരണം താൽക്കാലികമായി നിർത്തിവെക്കാൻ ഉത്തരവിട്ടത് ഈ ആഭ്യന്തര ചർച്ചകളുടെ ഫലമായിരുന്നു. അതായത് യുക്രൈന് ആയുധങ്ങൾ നൽകുന്നത് അമേരിക്കയുടെ സ്വന്തം പ്രതിരോധ ശേഷിയെ ദോഷകരമായി ബാധിച്ചേക്കുമോ എന്ന ആശങ്ക ഇതൊരു പുതിയ പ്രതിരോധ നയതന്ത്രത്തിന്റെ സൂചനയായി പലരും കണ്ടു.